നമുക്കിനി വേറൊരു ടൈപ്പ് ചോദ്യത്തിലോട്ട് പോവാം. 10 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പം നമുക്കറിയാവുന്നത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്നുള്ള ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യം 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ n is equal to 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 50 വരെ തുക കിട്ടും. അതായത് n is equal to n plus 1/2 is equal to 50 ഇൻറ്റു 51/2. അത് ചെയ്ത് കഴിഞ്ഞാൽ 1275 കിട്ടും. ഇനി എന്താ ചെയ്യാം? ആദ്യത്തെ 9 വരെയുള്ള സംഖ്യകളുടെ തുക കാണണം. എന്തുകൊണ്ടാണ് 9 വരെ? 10 നമുക്ക് കൂട്ടാൻ പറ്റില്ല. 10 മുതലുള്ള സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. 10 മുതൽ 50 വരെ. അപ്പോൾ അതിൽ 10ഉം 50ഉം ഉൾപ്പെടും. അപ്പോൾ ആദ്യത്തെ 9 വരെയുള്ള തുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 50 വരെയുള്ള സംഖ്യകളുടെ തുകയിൽ നിന്ന് കുറച്ച് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ തുക 9 വരെ n is equal to 9 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 കിട്ടും. 1 മുതൽ 50 വരെ തുക 1275 ആയി. 1 മുതൽ 9 വരെ തുക 45 ആയി. അപ്പം നമുക്കിതിൽ ഇടയിലുള്ള ആളെയാണ് നമുക്ക് വേണ്ടത്. അതായത് 10 മുതൽ 50 വരെ. അതിന് 1 മുതൽ 9 വരെയുള്ളവരുടെ തുക നമുക്ക് മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ എന്ത് ചെയ്യാം? 1275 മൈനസ് 45. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1230 ആൻസർ കിട്ടും. ഓക്കെ. ഇനി തന്നിരിക്കുന്ന ചോദ്യം ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ, അതായത് 10നും 50നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ 10ഉം 50ഉം ഉൾപ്പെടില്ല. 10നും 50നും ഇടയിലുള്ള സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 11 to 49 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ത് ചെയ്യാം? n is equal to 49 അത് വെച്ച് സമ്മ് കാണുക. n is equal to 11 അത് വെച്ച് സമ്മ് കാണുക. ആദ്യത്തിൽ നിന്നും രണ്ടാമത്തത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കിട്ടുന്നതാണ്.